ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പറ്റിയാണ്. ഇത് തികച്ചും ഒരു ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ യുണൈറ്റഡിനെ കാണുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഈ ചാനൽ ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് യുണൈറ്റഡിൻ്റെ വീഡിയോ വളരെ അധികം കുറവാണ്. അതിൻ്റെ മെയിൻ റീസൺ അണ്ണന് വേറൊരു യുണൈറ്റഡ് ചാനലുണ്ട്, യുണൈറ്റഡ് സെൻട്രൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു യുണൈറ്റഡ് ഫാനിൻ്റെ പി ഒ വിയിൽ കേൾക്കണമെങ്കിൽ അത് പോയി കേട്ടാൽ മതി. അതിനകത്ത് യുണൈറ്റഡിൻ്റെ ചെറുതും വലുതുമായ എല്ലാ അപ്ഡേറ്റ്സും ഉണ്ട്. ഇത് തികച്ചും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. യുണൈറ്റഡ് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം, അവരുടെ സൈനിങ്സ് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ബ്രീഫ് ഡിസ്കഷൻ പോലെ. ഞാൻ പേഴ്സണലി അവരുടെ ട്രാൻസ്ഫർ വിൻഡോയുടെ വലിയൊരു ഫാനാണ്. കാരണം അവർ കറക്റ്റ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു. അതും കോൺഫറൻസ് ലീഗ് പോലും ഇല്ലാത്തൊരു സമയത്ത് അവർക്ക് ഇത്രയും നല്ല പ്ലേയേഴ്സിനെ പുള്ള് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവരുടെ ഒരു കഴിവാണ്, അവരുടെ ഒരു ഓറയാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കുഞ്ഞിയെ നോക്കിയാലും എംബുഎമ്മെ നോക്കിയാലും സെസ്കോ നോക്കിയാലും ഇവരുടെ പുറകെയൊക്കെ വേറെ ക്ലബ്ബ് ഉണ്ടായിരുന്നു, ഇവർക്ക് പല ഓപ്ഷൻസും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവർ യുണൈറ്റഡിനെ ചൂസ് ചെയ്യുന്നത് അവരെ പണ്ട് ചെയ്ത നല്ല കാര്യത്തിൻ്റെയൊക്കെ പ്രതിഫലമായിട്ടാണ്, കർമ്മ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല പ്ലേയേഴ്സിനെ അവർക്ക് ഇപ്പോഴും കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അത് ആ ക്ലബിൻ്റെ പുള്ളാണ് കാണിക്കുന്നത്. ഇപ്പോൾ യുണൈറ്റഡ് ലാസ്റ്റ് സീസൺ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ ഒരു വൃത്തികെട്ട സീസണായിരുന്നു. ഫാൻസിൻ്റെ പി ഒ വിയിലും എല്ലാവരുടെ ഒരു പെർസ്പെക്റ്റീവിലും അതൊരു വളരെ മോശം സീസണാണ്. ഇത്രയും വേഴ്സ്റ്റ് ഫിനിഷ് അവർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് ഞാൻ കുറേ പോസിറ്റീവ് സൈൻസ് കണ്ടു. ഇപ്പോൾ ലാസ്റ്റ് ഗെയിം ആസ്റ്റൺ വില്ല ആയിട്ടുള്ള കളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേ നല്ല പാറ്റേൺസ് കണ്ടു, കുറേ നല്ല റൺസ് പല പ്ലേയേഴ്സ് ഇടുന്നു കണ്ടു, കുറേ ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്നു കണ്ടു ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. അതിന് മുന്നുള്ള കുറേ കളിയിൽ ഇതൊക്കെ മിസ്സിംഗ് ആയിരുന്നു. ഇപ്പോൾ യൂറോപ്പ ലീഗ് ഫൈനൽ നിങ്ങൾ എടുക്കണ്ട, അതൊരു എക്സെപ്ഷനാണ്. പക്ഷേ ആസ്റ്റൺ വില്ല ആയിട്ടുള്ള കളിയിൽ ഞാൻ കുറേ നല്ല പോസിറ്റീവ് സൈൻസ് കണ്ടു. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനകത്തേക്കാണ് കുഞ്ഞിയെ വരുന്നത്, എംബുഎമ്മെ വരുന്നത്. കുഞ്ഞി ഓൾറെഡി നല്ലൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഓപ്ഷനായിട്ട് അതിനകത്ത് നിൽക്കുന്നുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസിനെ ഒരു ക്രിയേറ്റീവ് മൈൻഡായിട്ട് അതിൻ്റെ ബാക്കിൽ കളിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഭയങ്കര വലിയ ഒരു അറ്റാക്കിംഗ് പവറാണ് നെക്സ്റ്റ് സീസണിലേക്ക് വരുമ്പോൾ. പിന്നെ അവരുടെ ഒരു ഫ്രണ്ട് ത്രീ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഫിസിക്കൽ പവർ കൂടിയിട്ടുണ്ട്. കുഞ്ഞയായാലും എംബുഎമ്മയായാലും ഭയങ്കര ഫിസിക്കലാണ്. സെസ്കോ ഭയങ്കര അത്ലറ്റിക് ആണ്. സെസ്കോ ഭയങ്കര ഫിസിക്കലായിട്ട് കളിക്കാൻ ചാൻസ് ഉള്ള പ്ലെയറാണ്. ഈവൻ ദോ സെസ്കോയുടെ കാര്യത്തിൽ എനിക്ക് ഡബിൾ മൈൻഡാണ് ആ ഫീയുടെ കാര്യത്തിൽ. 85 മില്യണുള്ള പ്ലെയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സെസ്കോ പ്രൂവ് ചെയ്യണം. കാരണം ഇതുവരെ 20 ലീഗ് ഗോൾ ബുണ്ടസ് ലീഗിൽ അടിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഈ യുണൈറ്റഡിലേക്ക് വരുമ്പോൾ അതെങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ പ്രസ് യുണൈറ്റഡ് പ്ലെയേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ പ്രത്യേക രീതിയിലാണ്. ആ പ്രഷർ താങ്ങാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. പേഴ്സണലി ആലോചിക്കുകയാണെങ്കിൽ ഞാനായിരുന്നെങ്കിൽ 85 മില്യൺ സെസ്കോയ്ക്ക് കൊടുക്കില്ല. ഞാനൊരു 60 മില്യണുള്ള പ്ലെയറെ കണ്ടിട്ടുള്ളൂ. പിന്നെ അവർക്ക് ഹോയ്ലൻഡ് ഉണ്ട്, സേർക്സി ഉണ്ട്. ഹോയ്ലൻഡ് ഇപ്പോൾ പോകുന്നു കേൾക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ അറ്റാക്കിംഗ് പവർ കൂടിയിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് പ്രീ സീസൺ ഫ്രണ്ട്ലീസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. യുണൈറ്റഡ് ഫാൻസ് ജനറലി വളരെ എക്സൈറ്റഡ് ആണ് പ്രീ സീസൺ ഫ്രണ്ട്ലീസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. എല്ലാവരും ഭയങ്കര പ്രതീക്ഷ വയ്ക്കുന്നൊരു സീസണാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനകത്തേക്ക് റൂബൻ അമോറിം ആക്ച്വലി വളരെ കെയർഫുള്ളായിട്ട് അടുത്ത സീസണിലേക്ക് അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഉടനെ തന്നെ ഇതെല്ലാം ഫയർ പവറും എടുത്ത് കളിക്കരുത്. പുള്ളിയുടെ സ്ട്രെങ്ത് അനുസരിച്ച് സ്ട്രെങ്ത് നോക്കി ടീമിനെ സെറ്റപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറേ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടുമ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആവും. ഓൾ ഔട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് കളി ആർസണലിൻ്റെ കൂടെ ചെന്ന് കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. ഓൾഡ് ട്രാഫോർഡിലാണ് കളി എന്നുള്ളതൊരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആർസണലിനെ അങ്ങനെ വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല. അവരുടെ ഡിഫൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല, കഴിഞ്ഞ സീസൺ തീർന്നപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിയ സമയത്ത് ബ്രൂണോ ഫെർണാണ്ടസിന് സൗദിയിൽ നിന്ന് കുറേ ഓഫർ ഉണ്ടായിരുന്നു. അന്നേരം കുറേ യുണൈറ്റഡ് ഫാൻസ് പറയുന്നത് കേട്ടു, നമ്മൾ ഫെർണാണ്ടസിനെ വിൽക്കണം, എന്നിട്ട് വേറെ നല്ല പ്ലെയേഴ്സിനെ സൈൻ ചെയ്യണം. എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ലോജിക്ക് എന്താണെന്ന്. കാരണം നിങ്ങളുടെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ് കഴിഞ്ഞ കുറച്ച് സീസണായിട്ട്. പെട്ടെന്ന് ആ സീസണിൽ, ഈ വരുന്ന സീസണിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഇല്ല, പുതിയ 2 പ്ലേയേഴ്സാണ്. നിങ്ങൾ എങ്ങനെ പുതിയ ടീമിന് ജെല്ല് ചെയ്യുമെന്ന് ഞാൻ അന്നേരം ആലോചിച്ചിരുന്നു. ഞാനത് പല യുണൈറ്റഡ് ഫാൻസ് പറഞ്ഞു കേട്ടു, നമ്മൾ ഈ ഫെർണാണ്ടസ് വിൽക്കണം, നമ്മൾ അടിമുടി ഒരു പുതിയ ഗെറ്റപ്പിലേക്ക് മാറണം എന്നൊക്കെ. നിങ്ങൾ എങ്ങനെയാണ് പുതിയ ഗെറ്റപ്പിലേക്ക് മാറണമെന്ന് എനിക്കറിയില്ല, ബെസ്റ്റ് പ്ലെയറിനെ വിട്ടിട്ട്. അത് യുണൈറ്റഡ് പൊതുവേ പ്ലെയേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി വളരെ ഒരു പെക്യൂലിയറാണ്. എനിക്ക് വേറൊരു ക്ലബ്ബ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യണേ ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നവർ അവർ പെട്ടെന്ന് കയറി ബാഷ് ചെയ്യും, പിന്നെ അവർ കളിക്കാണ്ടാവും. ബ്രൂണോ ഫെർണാണ്ടസ് ഇതുവരെ അങ്ങനത്തെ സയൻസ് ഒന്നും കാണിച്ചിട്ടില്ല. ഏത് സൈഡിൽ എങ്ങനെയൊക്കെ കളിക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം ഒരു മിഡ്ഫീൽഡറും കൂടി ഇനി വരാൻ ചാൻസ് ഉണ്ട്. ബലേബെ നോക്കുന്നുണ്ട്. ബലേബ ഈസ് എൻ എക്സൈറ്റിംഗ് പ്ലെയർ. അത് ഈ പറഞ്ഞ പോലെ ബ്രൈറ്റണിൽ നിന്ന് ഒരു പ്ലെയറിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ബ്രൈറ്റൺ ഒരു 100 മില്യനൊക്കെ ചോദിക്കും ചിലപ്പോൾ. എല്ലാ സീസണും ബ്രൈറ്റണിൽ നോക്കുകയാണെങ്കിൽ ഒരു നല്ല മിഡ്ഫീൽഡർ, ഒരു എമേർജിങ് മിഡ്ഫീൽഡർ എപ്പോഴും ഉണ്ടാവും. ഈ സീസൺ അത് ബലേബയായിരുന്നു. ഇതിന് മുന്നേ കൈസൈഡ് ആയിരുന്നു, അതിന് മുന്നേ ബിസൂമി ആയിരുന്നു. ബലേബെ ഞാൻ കാണുന്നത് ഇവരുടെ എല്ലാവരും ഒരു മികച്ച പ്ലെയർ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും യുണൈറ്റഡിന് അതൊരു വലിയൊരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് ആയിരിക്കും.
പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതെങ്ങനെ ബലേബയും ഫെർണാണ്ടസിനെയും കുഞ്ഞിയെയും ഒക്കെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. മേസൺ മൗണ്ട് എങ്ങനെ കളിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. പിന്നെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ എനിക്കിതിനകത്ത് തോന്നിയത്, പലപ്പോഴും യുണൈറ്റഡിലേക്ക് വലിയ പ്ലേയേഴ്സ് വരുമ്പോൾ അവരുടെ പെർഫോമൻസ് പെട്ടെന്ന് താന്നു പോകും. അവർ മറ്റേ ക്ലബ്ബിൽ കളിച്ചുകൊണ്ടിരുന്നതിൻ്റെ പകുതി കളി പോലും യുണൈറ്റഡിൽ വരുമ്പോൾ കളിക്കാൻ സാധിക്കാറില്ല. ഇത് ഈ അടുത്തിടയ്ക്കും തുടങ്ങിയതല്ല. ഇപ്പം നിങ്ങൾ അലക്സിസ് സാഞ്ചസ് യുണൈറ്റഡിലേക്ക് വന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ, അലക്സിസ് സാഞ്ചസ് ആദ്യത്തെ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞപ്പോൾ ഏജൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് തിരിച്ച് ആഴ്സണലിൽ പോകാൻ പറ്റുമെന്ന്. കാരണം അലക്സിസ് സാഞ്ചസിന് മനസ്സിലായി ഇത് എന്തോ സംതിങ് റോങ്, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് അലക്സിസ് സാഞ്ചസിന് സ്വയം മനസ്സിലാക്കിയെന്ന് അലക്സിസ് സാഞ്ചസ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഒനാന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇന്റർ മിലാനിൽ കളിച്ചുകൊണ്ടിരുന്ന ഒനാനയല്ല യുണൈറ്റഡിൽ ഒന്ന് കളിച്ചുകൊണ്ടിരുന്നത്, അത് വേറെ ഏതോ ഒനാനയാണ്. കാരണം ആ ഒരു ക്വാളിറ്റി, ഒരു ലോങ് ബോൾ ഡിസ്ട്രിബ്യൂഷനോ ഒന്നും നമുക്ക് മാൻ യുണൈറ്റഡിൽ വന്ന് കണ്ടിട്ടില്ല. ഭയങ്കര എറർ പ്രോൺ ആയിട്ടുള്ളൊരു ഗോൾ കീപ്പറിനാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഡൊണ്ണാറുമയായിട്ട് ലിങ്ക് ഉണ്ട്. ഡൊണ്ണാറുമ ഇസ് വൺ ഓഫ് ദ വേൾഡ് ക്ലാസ് ഗോൾ കീപ്പർ. കഴിഞ്ഞ സീസൺ PSG ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ ഒരു മെയിൻ കാരണം ഡൊണ്ണാറുമയായിരുന്നു. ഡൊണ്ണാറുമ ഇനി യുണൈറ്റഡിൽ വരുമ്പോൾ എങ്ങനെ കളിക്കും എന്നുള്ളത് ഞാൻ ക്യൂരിയസ് ആണ്. ഈവൻ പുതിയ സൈനിങ് എല്ലാവരും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കുഞ്ഞിയായാലും എംബുവമയായാലും, ഇവരൊക്കെ എങ്ങനെ ഈ പുതിയ സീസണിലേക്ക് വരുമ്പോൾ കളിക്കും എന്നുള്ളത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പലപ്പോഴും തോന്നിയേക്കുന്നത് ഈ പ്രസ് യുണൈറ്റഡിനെ ട്രീറ്റ് ചെയ്യുന്നത് പ്രത്യേക രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ ഫാൻസും പല പ്ലെയേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. ഇപ്പം റാഷ്ഫോർഡിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, റാഷ്ഫോർഡിനെ ഫാൻസ് ബാഷ് ചെയ്യുന്നതിന് ഒരു പരിധിയില്ല. പക്ഷേ റാഷ്ഫോർഡായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് ഫുട്ബോളിൽ ഈ അടുത്തിടയ്ക്ക് വന്ന ബെസ്റ്റ് ലെഫ്റ്റ് വിങ്ങർ. അങ്ങനത്തെ ഒരു പ്ലെയറും കൂടി ഈ സീസൺ യുണൈറ്റഡിലുണ്ടെങ്കിൽ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അത് എന്തുകൊണ്ടോ യുണൈറ്റഡും അവരുടെ ഹൈറാർക്കി, അവരുടെ ഫാൻസും എല്ലാവരും കൂടി ഈ റാഷ്ഫോർഡിനെ പുറത്തു കളയണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വന്നു എന്ന് എനിക്കറിയാം. അത് പ്ലെയറിൻ്റെ സൈഡിലും ഓഫ് കോഴ്സ് തെറ്റുകളുണ്ടാവാം. അതല്ലാണ്ട് നിങ്ങളിപ്പം സാൻജോയുടെ സിറ്റുവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം സിമിലർ സിറ്റുവേഷനാണ്. സാൻജോനെ സ്കാംജോ എന്ന് വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി എന്താ പറയുക, ഇപ്പം ഞാൻ ആ ക്ലബ്ബിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്, എന്നെ ഫാൻസ് ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ ആ ക്ലബ്ബിൽ കളിക്കാൻ തോന്നില്ല. അത് ഏത് പ്ലെയറിൻ്റെ POVയിൽ നോക്കിയാലും അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഈ പ്ലെയർ ക്ലബിനെ തിരിച്ചെങ്ങനെ ട്രീറ്റ് ചെയ്ത് നോക്കിയാലും ഏകദേശം ഇതൊക്കെ തന്നെയാണ്. പ്ലെയറിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഫാൻസിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ക്ലബ് മാനേജ്മെൻറ്റ് ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സീസണിലേക്ക് നോക്കുമ്പോൾ വളരെ നല്ല സൈനിങ്സ് വന്നിട്ടുണ്ട്. ഇനി ഈ സൈനിങ്സ് പഴയ സൈനിങ്സ് പോലെ ആവാണ്ടിരുന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം എനിക്ക് പഴയ പോലെ ഒരു യുണൈറ്റഡ് ഒരു തിരിച്ച് അവരുടെ നല്ല കാലത്തിലേക്ക് വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു ക്ലബ്ബാണ്. കാരണം ഞാൻ പ്രീമിയർ ലീഗ് കണ്ടു തുടങ്ങും പോലെയുള്ളൊരു പവർ ഹൗസാണ് യുണൈറ്റഡ്. അവർ കഴിഞ്ഞ സീസണൊക്കെ ഫിനിഷ് ചെയ്യാൻ എനിക്ക് സങ്കടം വന്നു, സ്നേഹം കൊണ്ടല്ല. പക്ഷേ ആസ് എ ജനറൽ ഫുട്ബോൾ ഫാൻ യുണൈറ്റഡ് ഒരു വളരെ മോശം സീസണിലേക്കൂടെ പോകുന്ന കാണുന്നത് എനിക്ക് വളരെ ഒരു എന്തോ പോലെ തോന്നി. അത് വളരെ മോശം രീതിയിലാണ് അവരുടെ മാനേജ്മെൻറ്റും. പൈസ ഇല്ലാന്നൊന്ന് പറയുക, ഞങ്ങൾ ദരിദ്രരാണ് എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. അത് ക്ലബിനെ വളരെയധികം രീതിയിൽ ബാധിക്കും. ഇപ്പോൾ പുതിയ പ്ലേയേഴ്സ് വരുമ്പോഴൊക്കെ ആയാലും അതിപ്പോഴല്ല ഫീൽ ചെയ്യുക, അതൊരു ഡൗൺ ദ ലൈൻ ഒരു 5-6 സീസൺ കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഫീൽ ചെയ്യുക. ഇപ്പം റാഡ്ക്ലിഫ് എന്ന് പറഞ്ഞത് അവർക്കൊരു വിഷനുണ്ട്, ഈ വർഷം ഇന്നതുപോലെ അച്ചീവ് ചെയ്യണം എന്നൊക്കെയാണ്. അത് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന പ്ലേയേഴ്സിനാണ് അവർ കൊണ്ടുവന്ന് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ സീസണിലെ എക്സ്പെക്റ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒരു മെച്ചപ്പെട്ട സീസൺ ആയിരിക്കും ഇത്. എന്തായാലും ടോപ്പ് ഹാഫ് ഫിനിഷ് ഉണ്ടാവും. പക്ഷെ ഞാൻ കാണുന്നത് ഒരു ടോപ്പ് 8 ഫിനിഷ്, ഒരു കോൺഫറൻസ് ലീഗോ ഒരു യൂറോപ്പ ലീഗോ ആ പ്ലേസിൽ യുണൈറ്റഡ് ഫിനിഷ് ചെയ്യുന്നതാണ്. കാരണം ഇത്രയും പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവരുടെ ടാക്ടിക്കലി അവർ നോക്കുന്ന സമയത്ത് ഒരു പ്ലെയർ ഇഞ്ചുവേർഡ് ആയി കഴിഞ്ഞാൽ അതൊരു ആ ടാക്ടിക്സ് റൂബൻ അമോറിം എത്രത്തോളം അഡാപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരിക്കലും ബാക്ക് 3 വിട്ട് കളിക്കുന്നൊരു മാനേജർ അല്ല അമോറിം. ഇപ്പോൾ ബാക്ക് ലൈനിലൊരു ഇഞ്ചുറി വന്നു, അഥവാ മിഡ്ഫീൽഡർ ഇഞ്ചുറി വന്നു, സിസ്റ്റത്തിൽ നിന്ന് പുള്ളി ഒരിക്കലും മാറില്ല. അതിപ്പോൾ എന്തൊക്കെ വന്നാലും അത് പ്ലെയേഴ്സിനനുസരിച്ച് മാറ്റുമൊന്നുമില്ല. അപ്പോൾ ഞാൻ സ്ട്രൈക്കർ പ്രൊഫൈൽ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഹോയ്ലൻഡ് ഒരു ട്രാൻസിഷൻ പ്ലെയറാണ്, നല്ല ട്രാൻസിഷൻ പ്ലെയറാണ്, അങ്ങനെ ഹോയ്ലൻഡിനെ ആരും ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഈ അമോറിമിൻ്റെ ഒരു കടുംപിടുത്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അമോറിമിന് എപ്പോഴും ഇഷ്ടം ഒരു ടാർഗറ്റ് മാൻ, ഒരു ബോക്സിൽ നന്നായി കളിക്കുന്ന ഒരു പ്ലെയറിനെയാണ്. ഇപ്പം സെസ്കോ അത് പ്രൊവൈഡ് ചെയ്യുമെന്ന് വിചാരിക്കാം. പക്ഷേ ഇങ്ങനെ മിസ് പ്രൊഫൈലിംഗ് വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഒരു അഡമൻ്റ് മാനേജർ ഉള്ളപ്പോൾ. ഞാൻ സിസ്റ്റത്തിൽ നിന്ന് മാറില്ല, വേണമെങ്കിൽ പ്ലെയേഴ്സ് എൻ്റെ രീതി കളിക്കട്ടെ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പ്രാഗ്മാറ്റിക് ആവാൻ ചാൻസ് ഉണ്ട്. അത് എങ്ങനെയാണ് ഈ സീസൺ വരുമ്പോൾ എന്നറിയില്ല. കാരണം സീസൺ എന്നൊക്കെ പറയണത് ഒരു 38 കളിയും എല്ലാ പ്ലേയേഴ്സിനും ഒരുപോലെ കളിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ഇഞ്ചുറീസ് വരും, സസ്പെൻഷൻസ് വരും, പിന്നെ വേറെ അധികം കോമ്പറ്റീഷൻസ് ഒന്നും യുണൈറ്റഡിന് ഇല്ലാത്തതുകൊണ്ട് അത്ര റിസ്ക് ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും വലിയൊരു സീസണിലേക്ക് നോക്കുന്ന സമയത്ത് പല സമയത്തും ട്വീക്ക് ചെയ്യേണ്ടി വരും പല സിസ്റ്റം. ഇപ്പം ആർസണൽ ആയിട്ടാണ് മാനുവിൻ്റെ ആദ്യത്തെ കളി. അപ്പോൾ ആ കളിയിലേക്ക് നോക്കി കഴിയുമ്പം
രണ്ടുപേരും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഫസ്റ്റ് കളിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ആർസണൽ എങ്ങനെ ലൈനപ്പ് ചെയ്യുന്നെന്നുള്ളത് അവരുടെ പ്രീ സീസൺ ഫ്രണ്ട്ലിയിൽ നിന്ന് ഏകദേശം വ്യക്തമാണ്. ഗ്യോക്കറസ്, സാക്ക, മാർട്ടിനെല്ലി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ സെസ്കോ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല, പക്ഷേ എംബുഎമോ, കുന്യ, ബ്രൂണോ ഫെർണാണ്ടസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ആരാണ് നടുക്ക് കളിക്കുക എന്നുള്ളതൊരു ചോദ്യമാണ്. സെസ്കോ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കാം. സെസ്കോ സ്റ്റാർട്ട് ആണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി എക്സൈറ്റിംഗ് മാച്ച്. ഈ ഞായറാഴ്ച രാത്രി 9 മണിക്ക് നമുക്ക് ഒരു വളരെ മികച്ച പ്രകടനത്തോടു കൂടി രണ്ട് ടീമിൻ്റെയും കളി കാണാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.